കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് നമ്മളെ ഡിസംബർ മാസം ഇങ്ങ് എത്തിയത്. ഇത്രയും മാസങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടെങ്കിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഈ ഒരു ഡിസംബർ മാസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു വിൻ്റർ സീസൺ. എവിടെ നോക്കിയാലും സ്റ്റാർ, ലൈറ്റ്, എല്ലായിടത്തും ഒരു ക്രിസ്മസ് വൈബാണ്. അപ്പം നമ്മളും ഒരു ക്രിസ്മസ് മേക്ക് ഓവർ നടത്തിയിട്ടോ. അധികം പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല. കുറേ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. കുറച്ച് നമ്മൾ DIY ആയിട്ട് ഉണ്ടാക്കി. 1-2 സാധനങ്ങളൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് എപ്പോഴും എല്ലായിടവും ഒന്ന് അടിച്ച് വാരി ഇട്ടേക്കണം. കാരണം നമ്മൾ നീറ്റായിട്ടുള്ള ഒരു സ്ഥലം ഡെക്കറേറ്റ് ചെയ്യുമ്പോഴല്ലേ കുറച്ചും കൂടെ ഒരു രസം ഉണ്ടാവുക. അപ്പം എന്തായാലും നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പം ഒന്നുകൂടെ ഒന്ന് അടിച്ച് വാരേണ്ടി വരും. എന്നാലും ആദ്യം തന്നെ ഒന്ന് ചെയ്തിട്ടാൽ നല്ല സുഖമാണ്. പ്രത്യേകിച്ച് നമ്മൾ അവിടെ ഫർണിച്ചറൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ മേലെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു രസമാണ് അതങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ മുന്നേ ഉള്ളതാണ്. അതാണ് എനിക്ക് ഡെക്കോർ സാധനങ്ങൾ ഇത്ര ഇഷ്ടം. നമ്മൾ വാങ്ങിയാലും നമുക്ക് പിന്നെ ഉപയോഗിക്കാം. ഈ ഒരു സ്നോയിൻ്റെ ഹാങ്കിങ് നമ്മളിപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അതിനൊരു 70 രൂപയായി. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വാൾ ഹാങ്കിങ് ഒക്കെ ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സ്റ്റിക്ക് ഷേപ്പായിട്ടുള്ള ഒരു വാൾ ഹാങ്കിങ്, ഒരു വൈറ്റും റെഡും ഒക്കെ ആയിട്ടുള്ള നല്ല രസമുണ്ട് കാണാൻ. ഇതിനൊരു 70 രൂപയാണ് കേട്ടോ 2 എണ്ണത്തിന് ആയത്. അപ്പോൾ ഞാൻ ഒരെണ്ണേ അവിടെ ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഈ ഒരു റീത്തിന് 100 രൂപയാണ് കേട്ടോ ആയത്. പിന്നെ ഈ ഒരു സോക്സ് ഞാൻ ആ സ്റ്റിക്കിൻ്റെ വലതുവശത്തായിട്ട് ഇട്ട് കൊടുത്തു. അതിന് 30 രൂപയാണ് കേട്ടോ ആയത്. പിന്നെ നമ്മുടെ കുട്ടി ബുദ്ധന്മാരെയൊക്കെ നമ്മൾ വാൾ ഹാങ്കിങ്ങിൻ്റെ മേലേന്ന് ഒന്ന് മാറ്റുകയാണ് തൽക്കാലത്തേക്ക്. എന്നിട്ട് നമ്മൾ ഈ ഒരു സാൻഡ അപ്പൂപ്പനെയും 2 കുഞ്ഞ് ഏഞ്ചൽസിനെ അവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ ആദ്യം എനിക്കിത് മാത്രമായിട്ട് ഇരുന്നപ്പോൾ പ്ലെയിൻ ആയിട്ട് തോന്നി. അപ്പം ഞാൻ ഈ ഒരു ഇലക്ട്രിക് ക്യാൻഡിൽ, ഇതൊരു 70 രൂപയുടെ ബാറ്ററി ഓപ്പറേറ്റഡ് ഇലക്ട്രിക് ക്യാൻഡിലാണ്, അതവിടെ സൈഡിൽ വെച്ച് കൊടുത്തു. പിന്നെ ഈ ഒരു ബെല്ലിന് 150 രൂപയാണ് ആയത്. ഇത് നമ്മളിപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു കോപ്പർ വയറിൻ്റെ ഹെൽപ്പിൽ നമ്മൾ കമാൻഡ് ഹുക്ക് ഇതാക്കിയിട്ട് ഒന്ന് ഫിക്സ് ചെയ്തു. അപ്പോൾ എനിക്കിത് ഈ ഒരു സ്ഥലത്ത് തീരെ ഇഷ്ടമായില്ല, ഭയങ്കര ഓവറായിട്ട് തോന്നി. പിന്നെ ഞാൻ നമ്മുടെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് മാറ്റിയിട്ട് കൊടുത്തു. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ സ്റ്റാർ ഫിക്സ് ചെയ്യാൻ ഞാനും ചേട്ടനും ഒരുപാട് നോക്കിയെങ്കിലും ബൾബിൻ്റെ എന്തോ ഒരു എറർ, ബ്രാക്കറ്റ് നമുക്ക് ഊരാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് പിന്നെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു സ്റ്റാറിൻ്റെ ലൈറ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ളതാണ്. അത് നമ്മൾ ബാൽക്കണിയിൽ ഹാങ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ആ ഒരു സ്നോയിൻ്റെ ഹാങ്കിങ്ങിൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു ഇലക്ട്രിക് ലാൻറ്റേൺ, ഇതൊരു കുഞ്ഞി ലാൻറ്റേണാണ്, 70 രൂപയാണ്. ഇത് ഒരു 3-4 വർഷം മുന്നേ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അത് അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തു. ഈ ഒരു റീത്ത് നമ്മൾ ഉണ്ടാക്കിയതാണ്. പഴയൊരു റീത്താണിത്. അതിന്ന് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതൊരു 3 വർഷം മുന്നേ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ അത് നാശമായി. അപ്പോൾ ഇതിനകത്ത് ഈ ടേപ്പൊക്കെ ഞാനിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. നമുക്കിതൊന്ന് മോഡിഫൈ ചെയ്യണം. അപ്പം ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാർഡ്ബോർഡ് തന്നെ ചൂസ് ചെയ്ത് ആമസോണിൻ്റെ നമുക്ക് പാഴ്സലൊക്കെ വരുന്ന ആ ഒരു ഇതാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ ആ ഒരു റീത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഉള്ളിൽ ആ ഗ്ലിറ്ററിൻ്റെ സൈഡിൽ നമ്മളൊരു ഇന്നർ സർക്കിൾ നമുക്ക് വേണം. അപ്പോൾ നമ്മളെല്ലായിടത്തും ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു റീത്ത് അങ്ങ് മാറ്റിയിട്ട് ഈ ഡോട്ട്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഇന്നർ സർക്കിൾ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഒരു ഓൾറെഡി ഒരു റീത്തിൽ നിന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഈ ഇന്നർ ആസ്പെക്റ്റ് തന്നെ എടുക്കണം. ഈ ഒരു വയറിൽ നിന്നല്ല, ഈ ഗ്ലിറ്ററിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു ഇന്നർ ഭാഗത്തു നിന്ന് വേണം, ഉള്ളിൻ്റെ ആ ഒരു ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് ഈ ഇന്നർ സർക്കിൾ തന്നെ വരയ്ക്കുക, ഗ്ലിറ്ററിൽ നിന്ന് തന്നെ വരയ്ക്കുക. സെൻറ്ററായിട്ട് നമ്മളൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് എത്ര എക്സ്റ്റെൻഡ് ചെയ്യണോ അവിടെ ഒന്ന് നോക്കിയിട്ട് അവിടെയും ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമുക്ക് എളുപ്പമായി. ഇനി ഇതേ പോയിന്റ് നമുക്ക് അപ്പുറത്തെ വശത്തും വരുത്തണം. അപ്പോൾ അതിന് ഞാൻ ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്തു. പിന്നെ നമ്മൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ റീത്ത് ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേണം മെഷർ ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റ് തെറ്റും. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ആ ഒരു പോയിൻറ്റിലേക്ക് ഒന്ന് മെഷർ ചെയ്യുക, അതേ തന്നെ ഇപ്പുറത്തും ഒന്ന് ഫിക്സ് ചെയ്യുക. ഇപ്പം നമുക്ക് കറക്റ്റ് 2 പോയിൻ്റ് കിട്ടി. ഇത് ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് വേണ്ടത് കോമ്പസ് ആണ്. പക്ഷെ എൻ്റെ കയ്യിൽ കോമ്പസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സിസേഴ്സാണ് എടുത്തത്. ഞാൻ ഈ ഒരു സിസേഴ്സ് കോമ്പസ് ആയിട്ട് സങ്കല്പിച്ചിട്ട് ഇതേപോലെ ആ 2 ഡോട്ട്സും ഒന്ന് ജോയിൻ ചെയ്ത് സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നർ സർക്കിൾ ഈസി ആയിട്ട് കിട്ടി. ഔട്ടർ സർക്കിളും നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. നമ്മൾ സിസേഴ്സ് വെച്ചിട്ടോ നമ്മുടെ കട്ടിങ് റേസർ വെച്ചിട്ടോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
ഇപ്പോൾ നമുക്ക് ആ റിങ് കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ് ആ ഒരു ഗാർലൻഡ് ഒന്ന് ഇത് മേലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഫസ്റ്റ് നമ്മളൊരു നോട്ട് ടൈ ചെയ്തിട്ട് പിന്നെ ആ ഒരു നോട്ടിൻ്റെ ബലത്തിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് അങ്ങോട്ട് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഒരുപാട് ടൈറ്റ് ആവണ്ട, കാരണം നമുക്ക് അതിങ്ങനെ ഏറിയും കുറഞ്ഞു വരും. കാരണം കാർഡ്ബോർഡാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു മീഡിയം ലെവലിലുള്ള ഒരു ടൈറ്റ്നെസ്സിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തു. ഇപ്പോൾ ഒരെണ്ണം ഫുൾ ചുറ്റിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടി കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ ഒന്ന് ആദ്യം അതിൻ്റെ മേലെ കൂടെ ചുറ്റിച്ച് അത് നേരത്തെ പോലെ തന്നെ നമ്മളൊന്ന് നോട്ട് ടൈ ചെയ്ത് കൊടുത്തിട്ട് എഗെയിൻ നമ്മൾ ചുറ്റുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തതിൻ്റെ ഒരു പകുതി പോലും നമ്മൾ എടുക്കേണ്ടി വന്നില്ല. അത് പിന്നെ നമ്മൾ വേറെ ഇതിന് യൂസ് ചെയ്യാൻ എടുത്തു കേട്ടോ. അപ്പം നമ്മൾ അവിടെയും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഈ ഗാർലൻഡിന് ഒരെണ്ണം 20 രൂപയാണ്. എന്നിട്ട് നമ്മൾ ഈ പഴയ റീത്തിലേക്ക് ഈ ഒരു റീത്ത് ഇങ്ങനെ വെച്ചു കൊടുത്തു. രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്തു. ഭയങ്കര ഒരു വിടർന്ന ബാംബൂ ബോയ്സ് പോലെ ഇതിങ്ങനെ നിൽക്കണ പോലെ തോന്നി. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് നീറ്റാക്കി. പിന്നെ ഈ ബെറീസ്, ഹോളി ബെറീസ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് നല്ല രസമാണ് കാണാനായിട്ട്. രസം മാത്രമല്ല, കാണാനുള്ള രസം മാത്രമല്ല, നമുക്കിങ്ങനെ നല്ല സുഖമാണ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ അറ്റത്തൊരു കമ്പിയുണ്ട്, അത് വെച്ച് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ഫിക്സ് ആവും. അപ്പം ഈസി ടു യൂസ് ആണ്, കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഗോൾഡൻ ബെറീസ് എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നു, ഒരു 5-6 എണ്ണം. അപ്പോൾ അതും ഞാനിങ്ങനെ ഇടയ്ക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടൊന്ന് വെച്ച് കൊടുത്തു. പിന്നെ ഒന്നുകൂടെ ഒന്ന് ട്രിം ചെയ്തു. അപ്പം നമ്മുടെ റീത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് മെറി ക്രിസ്മസ് ഒക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡോർ റീത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡോറിൻ്റെ മേലെ ഒരു കുഞ്ഞി കമാൻഡ് സ്ട്രിപ്പ് വെച്ചിട്ട് ഇത് അതിൻ്റെ മേലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. കമാൻഡ് സ്ട്രിപ്പ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഒരു ഡോർ റീത്ത്? അഭിപ്രായം കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കുഷൻ കവേഴ്സാണ്. 5 എണ്ണം വരുന്നുണ്ട്. 12 ഇഞ്ചിൻ്റെ സൈസാണ്. ഇതിൽ 2 എണ്ണം ഞാൻ ഒരു മാസമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വാഷ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ അല്ലാണ്ട് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വാഷ് ചെയ്തിട്ട് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഷോർട്സിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുഷൻ ഞാനൊരു 3 എണ്ണമാണ് വാങ്ങിയത്. 2 എണ്ണം ഇപ്പോൾ യൂസ് ചെയ്തപ്പോൾ നല്ലതാണ്, എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കവറും കൂടി ചൂസ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. മുന്നേയൊക്കെ നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും പറയും നമ്മുടെ സോഫ ഒന്ന് കളർ മാറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ചൊരു ചേഞ്ച് വന്ന ഫീല് വന്നു. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധയിലെടുക്കാറുണ്ട്. അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ട്രീ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു കുഞ്ഞ് ട്രീ എൻ്റെ കയ്യിൽ കുറേ നാൾ മുന്നേ തൊട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഓർണമെൻറ്റ്സും ഒക്കെ പണ്ട് വാങ്ങിയത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. പിന്നെ ഈ വോം സ്നോ ഗ്ലോബ് ലൈറ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വലിയ ട്രീ നമ്മൾ ഇപ്രാവശ്യം വെച്ചിട്ടില്ല, കാരണം എല്ലാം മോൻ്റെ ലെവലിൽ നിന്ന് കുറച്ച് ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം എല്ലാ ഡെക്കോറും ചെയ്തത്. കാരണം ആളിപ്പോൾ കുറച്ച് കുസൃതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഈ ഒരു ട്രീയും അവൻ എത്തും. എന്നാലും വലിയ ട്രീ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പണിയാൻ നോക്കിയേനെ. എന്നാലും നല്ല രസമായിട്ട് നമ്മളൊപ്പം നിന്ന് എല്ലാം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആൾ ഇൻവോൾവ് ആവാൻ നോക്കി കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ ആ ഒരു ഗാർലൻഡ് ബാക്കി വന്നതും പിന്നെ റെഡ് കളറും കൂടി ഒന്ന് മേടിച്ചിട്ട് നമ്മുടെ ആ ബാൽക്കണി ലൈറ്റിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. ഒരു റെഡ് കളർ പില്ലർ ക്യാൻഡിലും കൂടെ വാങ്ങി. ഇതൊരു 70 രൂപയായിരുന്നു കേട്ടോ. ഞാനത് ഇതുപോലെ ക്യാൻഡിൽ സ്റ്റാൻഡിൽ വെച്ച് കൊടുത്തു. കിച്ചണിൽ നമ്മൾ അധികം ഒന്നും ചെയ്തില്ല, കാരണം നമ്മളിപ്പോൾ അടുത്തൊരു മേക്ക് ഓവർ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ജാറ് ഒരു 450 രൂപയാണ്. നമ്മൾ അടുത്തുള്ളൊരു കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അത് ജസ്റ്റ് ഓവൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നേരത്തെ കാണിച്ച ബെറീസ് നമ്മളൊരു ജാറിൽ ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തു. ഈ സ്നോമാൻ പണ്ട് കേക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. 30 രൂപയാണ് അതിന്. ഈ റീത്തും പണ്ട് എപ്പോഴും ഞാൻ വാങ്ങിയതാണ്. അന്ന് ഞാൻ 60 രൂപയ്ക്ക് എന്തോ ആണ് വാങ്ങിയത്. അത് ആ ബോർഡിലേക്ക് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത്, വയറാണത്, കോപ്പർ വയറാണ്. അപ്പോൾ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് പിന്നെ വേണമെങ്കിൽ റിമൂവും ചെയ്യാം. ഈ ഒരു സ്റ്റിക്കും അത് തന്നെ കേക്ക് ഷോപ്പിൽ നിന്ന് പണ്ട് വാങ്ങിയത്. ജസ്റ്റ് ആ ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഈ ഒരു ഹാങ്കിങ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഇങ്ങനെയും വെക്കാം, നമുക്ക് വാളിലും ഹാങ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വീഡിയോക്കൊക്കെ നല്ല രസമായിരിക്കും കാണാൻ.
ഇപ്പോൾ നമ്മുടെ മേക്ക് ഓവർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. നമ്മളെ ഒരു കുഞ്ഞ് ഹമ്പിൾ മേക്ക് ഓവറാണ്. അങ്ങനെ ഒരുപാട് വലിയൊരു സംഭവമാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്. ബൈ ബൈ.